ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ പിസ്സയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 1 കപ്പ് മിൽക്കാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മിൽക്ക് നമ്മൾ ഫുൾ ഒഴിച്ച് കൊടുക്കുന്നില്ല, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഷുഗറും ഈസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഈ ഒരു കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മൈദയിലേക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സെറ്റായി വന്നിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിൽക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ബാക്കി വരുന്ന പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഡോ തയ്യാറാക്കിയെടുക്കാം. ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷമാണ് നമ്മുടെ മിൽക്കും ഈസ്റ്റും മിക്സ് ചെയ്ത ആ പാനിയും ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഡോ നല്ല കട്ടിയാക്കി നമ്മൾ കുഴച്ചെടുക്കരുത്, കുറച്ചൊരു ലൂസാക്കിയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഒഴിച്ച് കൊടുത്തു, ബാക്കിയുള്ള മിൽക്കും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുത്ത് നമ്മുടെ ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നന്നായിട്ട് പൊന്തി വരണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മളൊരു നനഞ്ഞ തുണി കൊണ്ട് ഇത് നന്നായിട്ട് മൂടി വെക്കാം. എയർ ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിൽ നന്നായിട്ട് നമ്മൾ ഇതിനെ മൂടി വെച്ച് ഒരു 4 മണിക്കൂർ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കിതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബോൺലെസ് ചിക്കന് ചെറിയ ചെറിയ പീസുകളാക്കി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലൊന്നും ഇല്ലാതെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നോർമൽ ഫ്രൈ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനായിട്ട് നമുക്കിതിലേക്ക് കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസി ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മിക്സ് ചെയ്തത് നമുക്കൊരു 5-10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം 4 മണിക്കൂർ നമുക്ക് ഡോ അവിടെ റെഡി ആവണം. അപ്പോൾ നമുക്ക് ഇതാക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 തക്കാളി എടുത്തിട്ട് ചൂട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക. നമുക്ക് ജ്യൂസ് അടിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനിതവിടെ ചിക്കനും ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു 10 മിനിറ്റും 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ചിക്കനും ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഡോ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഡോ നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോ ഒക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഓയിലും കൂട്ടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ തക്കാളി ഇവിടെ നന്നായിട്ട് പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഇവിടെ കറക്റ്റ് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന അതുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മളതും ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്കിതിലേക്ക് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, പിന്നെ ഒരു 2-3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തതാണ്. നമ്മൾ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ഞാൻ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഡോയിലും ഉപ്പുണ്ട്, ചിക്കനിലും ഉപ്പുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമ്മുടെ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കാരണം നമ്മളിത് ജ്യൂസ് പോലെ ആക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ശേഷം നമ്മുടെ
തക്കാളി ജ്യൂസ് ഇതിലേക്ക് അടിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നേരത്തെ പുഴുങ്ങി വെച്ച തക്കാളി നമ്മൾ ജ്യൂസ് അടിച്ചതാണ്. അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുന്നേ ഒരു ലോക്ക്ഡൗൺ പിസ്സ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പിസ്സ തയ്യാറാക്കിയിരുന്നു. അതെല്ലാവരും ട്രൈ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യുക. അതിൽ വേറെയാണ്, ഇതിൽ വേറെ മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. പിന്നെ ഒരു 1 ടീസ്പൂണ് ഓറഗാനോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന വരെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടർ അതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മെൽറ്റ് ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഉപ്പും ഒക്കെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ഡോ ഇതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ആ ഡോ നമ്മുടെ പാന് മൊത്തമായിട്ട് നമ്മൾ പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡോ എല്ലാ ഭാഗത്തേക്കുമായിട്ട് നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മളൊരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം എല്ലായിടത്തും. കാരണം നമ്മുടെ മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് വരാനും കാര്യത്തിനൊക്കെയാണ്. ശേഷം നമ്മുടെ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു ഉള്ളി, പിന്നെ ക്യാപ്സിക്കം, മൊസില്ല ചീസാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഫസ്റ്റ് നമ്മുടെ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നമ്മൾ ഇതേപോലെ ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത്, നിങ്ങൾക്കിത് വലിയ പീസുകളാക്കിയിട്ടും വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് തയ്യാറാക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മൊസില്ല ചീസും ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ എല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാം. ശേഷം ബാക്കി വരുന്ന മൊസില്ല ചീസ് കൂടി നമ്മളിതിലേക്ക് മുകളിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ മൊസില്ല ചീസ് ഇവിടെ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തേക്കും മൊസില്ല ചീസും ചിക്കനും ഉള്ളിയും എല്ലാം സെറ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് അപ്പം ഇതിലേക്ക് കുറച്ചൊരു 1/4 ടീസ്പൂണോളം നമ്മൾ ഓറഗാനും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഓറഗാനും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ പിസ്സയുടെ പിസ്സയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ 30 മിനിറ്റ്സിന് ശേഷം നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടി ഒന്നും സെറ്റായി വന്നിട്ടുണ്ട്, നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഞാൻ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, കാരണം പിസ്സ കട്ട് ചെയ്യുന്ന റോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരാം. ബൈ.